ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. റസ്ക് വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡിയാക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഞാനിവിടെ ആദ്യം തന്നെ സോസ് പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഷുഗർ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 പിഞ്ച് സാഫ്രൻ കുങ്കുമം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് 4-5 മിനിറ്റ് വരെ നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേ ടൈമിൽ ഞാൻ മറ്റൊരു പാനിൽ 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പൊടിച്ച ഏലക്കായ് ചേർത്ത് കൊടുക്കണം. 1 പിഞ്ച് സാഫ്രൺ ഇതിലും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബോയിലായി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല, തിക്ക് ക്രീം ആയാലും കുഴപ്പമില്ല, ക്രീം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ടിന്നിൽ കിട്ടുന്ന തിക്ക് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത പാലിലാണ് ഞാനിവിടെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ളത്. ചൂടുള്ള പാലിൽ കോൺഫ്ലവർ മിക്സ് ആവില്ല. കോൺഫ്ലവർ ചേർത്ത് ഒന്ന് ഇളക്കുമ്പോഴേക്കും നല്ല തിക്കായി വരും. ഇപ്പം നമ്മൾ മിക്സ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. സ്പൂണിൻ്റെ ബാക്കിൽ നന്നായി കോട്ടാവുന്നത് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മിക്സ് തിക്കായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിലേക്ക് ഞാൻ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്ന് പിന്നീട് തോന്നിയപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മധുരം ഒന്ന് ചെക്ക് ചെയ്യുക. ആദ്യം ഞാൻ പുഡിംഗ് ഡിഷിലേക്ക് 1 ലെയർ റസ്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ റസ്ക്, വീറ്റിൻ്റെ റസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, മൈദൻ്റെ റസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, നോർമൽ ടീ റസ്ക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാൽ കൊണ്ടുള്ള ആ തിക്ക് മിക്സ്ചർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഈവൻ ആയിട്ടൊന്ന് പോർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കാം. അത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇത് ആഡ് ചെയ്യുമ്പം നല്ലൊരു സ്പെഷ്യൽ എക്സ്ട്രാ ടേസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യണ്ട. 1 ലെയർ ഫുള്ളായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മേലേക്ക് വീണ്ടും നമുക്ക് റസ്ക് ചേർത്ത് കൊടുത്ത് നമ്മളെ നേരത്തെ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും സെയിം സ്റ്റെപ്സ് തന്നെ നമ്മൾ വീണ്ടും മിൽക്ക് മിക്സ്ചർ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് ഈവൻ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഗാർണിഷിങ്ങിനായിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രഷ്ഡ് പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്ലൈസ്ഡ് ആമണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസോ വാൾനട്ട് അല്ലെങ്കിൽ റേസിൻസ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഡ്രൈ റോസസും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. റോസ് പെറ്റൽസൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മിനിമം 6 to 8 hours നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നന്നായി തണുത്ത് ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. നിങ്ങളൊരു പാർട്ടിക്കൊക്കെ വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് റെഡിയാക്കി വെക്കണം. അങ്ങനെ ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ പുഡിങ്ങെല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് സ്ലൈസ് എടുത്ത് കാണിച്ചു തരാം ഞാൻ. അങ്ങനെ നമ്മൾ റസ്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഷുഗർ സിറപ്പും സാഫ്രനും നട്ട്സും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല റിച്ച്
ടേസ്റ്റാണ്. പിന്നെ റസ്ക് എല്ലാം നന്നായി സോഫ്റ്റായി ഫുൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട് മിൽക്കിനെ. കാരണം നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.